ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഡൽഹി പൂരത്തിന് മക്കൾക്ക് കളരി ചെയ്യാനുള്ളൊരു അവസരം കിട്ടി കേട്ടോ. ഇവർക്ക് മാത്രമല്ല, ഇവരുടെ ഒരു ടീമിനൊരു അവസരം കിട്ടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഡൽഹി പൂരം നടക്കുന്ന സ്കൂളിലോട്ട് 10 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ 9:30 എത്തണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങി. അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. റോഡിൽ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു വലിയ. അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് എത്തി കേട്ടോ. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കളരിയല്ല, അല്ലാതെ ഡൽഹി പൂരം ആരംഭിച്ചിരുന്നു കേട്ടോ. അപ്പം മോന് നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അവൻ നേരത്തെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, മോനും മോളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അപ്പം അവൻ യൂണിഫോമൊക്കെ ഇങ്ങനെ എല്ലാവരെയും കാണിച്ചു തരിക കേട്ടോ. ഇതാ എൻ്റെ യൂണിഫോം എന്നൊക്കെ കാണിച്ചു തരിക കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തി. ഇതാണ് കാനിങ് റോഡ് കേരള സ്കൂള്. അവിടെ വെച്ചായിരുന്നു ഡൽഹി പൂരം കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഡൽഹി പൂരം ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇതാണ് സ്കൂള്. അപ്പോൾ സാറ് പറഞ്ഞു അകത്ത് പ്രാക്ടീസ് നടക്കുന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അകത്തോട്ട് കയറുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ക്രിസ്മസിനെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ എല്ലാവരും അവിടെ നല്ല രീതിയിൽ പ്രാക്ടീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഇവർക്ക് 11 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നേരത്തെ വന്ന് 11 മണി വരെ പ്രാക്ടീസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ഹുഡിയൊക്കെ കുട്ടികൾ അകത്തിട്ടിട്ട് അതിൻ്റെ പുറത്താണ് യൂണിഫോം ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊന്നും വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ 80 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കളരിയിൽ നിന്ന് പ്രോഗ്രാം ചെയ്യാനായിട്ട് 80 സ്റ്റുഡൻസോളം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവർ കച്ചയൊക്കെ കെട്ടേണ്ടവർ കച്ചയൊക്കെ പിന്നെ ടൈറ്റാക്കി കെട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കച്ചയൊക്കെ നല്ല രീതിയിൽ കെട്ടിക്കൊണ്ടാണ് വന്നത്. പക്ഷെ ഇവരുടെ ഓട്ടത്തിൻ്റെയും ചാട്ടത്തിൻ്റെ ഇതിൽ കച്ചയൊക്കെ അഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ കച്ചയൊക്കെ നല്ലതുപോലെ സെറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവരുടെ സാറ് എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതൊക്കെ ഒന്നും കൂടെ ഒന്ന് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർ ഒന്നും കൂടെ ഒന്ന് വാമപ്പൊക്കെ ചെയ്തിട്ട് പുറത്തോട്ട് ഇവരെ സ്റ്റേജിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴത്തേക്ക് ടൈമായി കേട്ടോ. എന്നിട്ട് ഇവരെ ലൈനായിട്ട് സ്റ്റേജിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ പേരൻസ് എല്ലാം അതുവരെ ഇവരുടെ കൂടെ തന്നെ ഇവിടെ നിന്നിരുന്നതാണ് കേട്ടോ. ഇവരെ ലൈനായിട്ട് സ്റ്റേജിലോട്ട് കൊണ്ടുപോയപ്പോഴാണ് നമ്മളും പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പേരൻസ് പോയത്. അപ്പോൾ എല്ലാവരും ലൈനായിട്ട് പോവുക. ഇവർ രണ്ടുപേരാണ് കേട്ടോ. അപ്പം ഇവരുടെ കൂടെ തന്നെ പേരൻസ് നമ്മളെല്ലാവരും പുറത്തോട്ട് പ്രോഗ്രാം നടക്കുന്നിടത്തോട്ട് പോയി. അപ്പം അപ്പോഴത്തേക്ക് വെയിലായി കേട്ടോ. 11 മണി ആയതുകൊണ്ട് അപ്പോഴത്തേക്ക് വെയിലൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ പ്രോഗ്രാം ഇവരുടെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വലുതായിട്ട് പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കളരിയുടെ. കാരണം നമ്മൾ അവരുടെ കൂടെ തന്നെ ബിസി ആയിപ്പോയി. കുട്ടികളുടെ കൂടെ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ബിസി ആയത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. സജ്ജിന് കുറച്ച് വീഡിയോ മാത്രമേ കളരിയിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഇത് മാത്രം കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. By Shri Sumesh Gurukul and team. A very good round of applause to our new gen children who are passionate about our age-old traditions of martial art. Thank you, thank you. I request you to give a round of applause to Shri Sumesh Gurukul and team and new gen children. Thank you. അപ്പം പിന്നെ ഇവർ കൂപ്പണൊക്കെ വാങ്ങിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കഥകളി, ഇനി അടുത്തത് കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം അതൊക്കെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഥകളി ഇങ്ങനെ ഒരുങ്ങിപ്പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ അവരെല്ലാവരും സ്റ്റേജിൻ്റെ ബാക്കിൽ വന്ന് ഇരിക്കുക കേട്ടോ. കാരണം അടുത്തത് ഇവരുടെ പ്രോഗ്രാമാണ്, അതുകൊണ്ട് അവരാണ് ഇരുന്നത്. ഇവർ കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം ഇവരൊരു ടീമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ്.
ഇവരങ്ങനെ സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നിരിക്കുക കേട്ടോ, കാരണം ഇനി ഇവരുടെ പ്രോഗ്രാമാണ് അടുത്തത്. അപ്പം ഇവർ എല്ലാവരും വന്ന് അടുത്ത കയറാനായിട്ട് വന്ന് സ്റ്റേജിൻ്റെ പുറകിലിരിക്കുക കേട്ടോ. പിന്നെ ഇപ്പം നടക്കുന്ന ഇത് ശിവതാണ്ഡവമാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ശിവതാണ്ഡവമൊക്കെ, കാരണം നല്ല കണ്ടിരിക്കാൻ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിത് സ്പീഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം ഇതിൽ ഒരുപാട് ലോങ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ കുറേശ്ശെ ക്ലിപ്പ് എടുത്തിട്ട് അത് സ്പീഡിൽ ചെയ്യുക കേട്ടോ. ഈ കഥകളി, ഈ ശിവതാണ്ഡവം, അതേപോലെ മോഹിനിയാട്ടം, ഭരതനാട്യം ഇവരൊക്കെ ഒരു ടീമുകാരായിരുന്നു കേട്ടോ. ഇവരൊക്കെ ആയിട്ട് മക്കൾ നല്ല കമ്പനിയായി കേട്ടോ, കാരണം ഇവർ തലേ ദിവസം ഡെമോ ചെയ്യാനായിട്ട് ആ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡൽഹി പൂരം നടക്കുന്ന സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കളരിയുടെ ഡെമോ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ നല്ല കമ്പനിയായിരുന്നു ഇവരുമായിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു ടൈമിൽ കുട്ടികൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഇറങ്ങാനായിട്ട് നിന്നു കേട്ടോ, കാരണം നമ്മൾ ഡെമോ ചെയ്യാൻ തലേന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഉച്ചവരെ ആയപ്പം എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ. പിന്നെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുക ചെയ്തത് അന്നേരം അവിടുന്ന്. ഈ ടീമാണ് കേട്ടോ കളരിയുടെ. ഇത്രയും കുട്ടികളാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഇത് മോൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇത്രയും പേരല്ല ഇവരെ കിട്ടിയുള്ളൂ, അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കഥകളി കളിച്ച് ആ 3 പേരുടെ കൂടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തു നമ്മളിങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ